CPM സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങുമ്പോൾ പാർട്ടിയിൽ എതിരാളികളില്ലാത്ത ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ. അടുത്ത തെരഞ്ഞെടുപ്പിലും CPM-നെ നയിക്കുന്നത് പിണറായി വിജയൻ തന്നെയെന്ന് വ്യക്തമാകുന്നു. വിരട്ടലും വിലപേശലും ഈ പാർട്ടിയോട് വേണ്ട. വിരട്ടലിനും വിലപേശലിനും ഒന്നും വഴങ്ങിക്കൊടുക്കുന്നതല്ല ഈ പാർട്ടി. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. രണ്ട് പക്ഷങ്ങളില്ലാത്ത CPIM, പാർട്ടിയിലും സർക്കാരിലും ഒരൊറ്റ പേര്, ഒരൊറ്റ ക്യാപ്റ്റൻ, പിണറായി വിജയൻ. VS പക്ഷം ആദ്യമായി കരുത്തു തെളിയിച്ച 1995 കൊല്ലം സമ്മേളനത്തിൽ നിന്ന് 2025 സമ്മേളനം അവസാനിക്കുന്ന സമയത്തിലേക്കെത്തുമ്പോൾ CPIM-ൽ ഇപ്പോൾ രണ്ട് ശക്തി കേന്ദ്രങ്ങളില്ല. 2005 മലപ്പുറം സമ്മേളനത്തോടെ കരുത്തനായ പിണറായി വിജയൻ പാർട്ടിയുടെ അവസാന വാക്കാണ് ഇന്ന്. ഞാൻ സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ തിരയാകാൻ പറ്റൂ. അപ്പോഴാണ് എനിക്ക് ശക്തി വരുന്നത് എന്ന്. അതുപോലെ എന്നോട് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ എല്ലാ ശക്തി ഈ പ്രസ്ഥാനമാകുന്ന സമുദ്രത്തിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്നത് മനസ്സിലാക്കുക. അതിൽ നിന്ന് വേറിട്ട് ഒരു വ്യക്തിക്കും വല്ലാത്ത ശക്തി ഇല്ല എന്നത് തിരിച്ചറിയുന്നവരാണ് ഞങ്ങളെല്ലാവരും. 2008 കോട്ടയം സമ്മേളനത്തിൽ ഇളകിമറിഞ്ഞ VS മുദ്രാവാക്യ കടലിനോട് ക്ഷുഭിതനായ പിണറായി വിജയന് മറുപടി കിട്ടിയത് കൂടുതൽ ഉച്ചത്തിലുള്ള VS അനുകൂല മുദ്രാവാക്യമായിരുന്നു. എന്നാൽ ഇന്ന് ക്യാപ്റ്റൻ പിണറായി വിജയന്റെ വാക്കിന് മറുവാക്കില്ല. പാർട്ടിക്ക് ആദ്യമായി തുടർഭരണം നേടിക്കൊടുത്ത നേതാവായി പിണറായി വിജയനെ സഖാക്കൾ അടയാളപ്പെടുത്തി. എതിരു നിന്നവരെല്ലാം സ്വയം പിന്മാറുകയോ പിൻനിരയിലേക്ക് മാറ്റി നിർത്തപ്പെടുകയോ ചെയ്തു. നേതൃനിരയിലേക്കെത്തുന്ന യുവമുഖങ്ങൾക്കും പിണറായി വിജയൻ മാത്രമാണ്. പാർട്ടിക്ക് ഒരൊറ്റ അച്ചുതണ്ട് മാത്രം, ഒരൊറ്റ ശൈലി മാത്രം, പിണറായി വിജയൻ. നവകേരള നയരേഖയുമായി പിണറായി വിജയൻ കൊല്ലം സമ്മേളനത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ വ്യക്തമാണ്, അടുത്ത തെരഞ്ഞെടുപ്പിലും ക്യാപ്റ്റൻ പിണറായി വിജയൻ തന്നെ. റിസർച്ച് ഡെസ്ക് 24.